ഇത് ഏട്ടൻ്റെ വീട്ടിലത്തെ തത്തയാണ് കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും കൂടി ഭയങ്കര ഇഷ്ടമാട്ടോ. ആ പാട്ട് ഫോണിൽ വന്നു കഴിഞ്ഞാൽ അവള് മാറ്റാൻ സമ്മതിക്കില്ല. ശ്രീക്കുട്ടി ഫോണിൽ തന്നെ വാശി പിടിക്കുന്ന ആ പാട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കേട്ട് കഴിഞ്ഞിട്ട് അതിങ്ങനെ മാറ്റി മാറ്റി വേറെ വേറെ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് ഇരുന്ന് കളിക്കും കേട്ടോ. നല്ല രസമാണ് കളി. പാട്ട് വെച്ചിട്ടാണ് കളിക്കുന്നതാണ്. നല്ല നല്ല ഇഷ്ടമാണ്. നല്ല ഇഷ്ടമാണ് ആ പാട്ട്. ആ പാട്ട് വന്നാൽ മാറ്റാൻ സമ്മതിക്കില്ല. വെച്ചിട്ട് ഫോണിൽ തൊടുന്നുണ്ട്. എന്തൊരു ഇഷ്ടമാണെന്നറിയോ പാട്ട്. ഇങ്ങനെ താളം കൊടുത്ത് ഇങ്ങനെ ഇരുന്ന് കളിക്കുള്ളൂ. ആരും ഫോൺ മേടിക്കുന്നത് ഇഷ്ടമല്ല. അതിൻ്റെ ഇടയിൽ പരസ്യം വരുന്നത് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. പരസ്യം വന്നാൽ ഭയങ്കര ദേഷ്യം വരുമൊക്കെ. അപ്പം അത് മാറണം വരെ അവൾ വാശി പിടിക്കും. അങ്ങനെ ആ പാട്ട് നല്ല ഇഷ്ടമാണ്. എന്തൊരു രസമാണ്. ന്യൂ ഇയർ ദിവസം വൈകുന്നേരത്തുള്ള ഫുഡാണ് കേട്ടോ. അത് ബിരിയാണി, പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി തലേ ദിവസം ഇരുന്ന് ന്യൂ ഇയറിൻ്റെ അന്ന് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ചോറാണ് കഴിച്ചത് കേട്ടോ. എനിക്ക് ബിരിയാണി ഒന്നും എന്താ ഇഷ്ടമായില്ല. ഞാൻ ചോറൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കണമെന്ന് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ പോയാൽ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ കുറേ എല്ലാവരും കൂടെ സംസാരിച്ചിരുന്ന് ഫുഡ് കഴിക്കണത്. അതൊക്കെ കഴിയുമ്പോഴേക്കും തിരുവാതിരയല്ലേ പിറ്റേ ദിവസം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ. തിരുവാതിരയ്ക്ക് താലിപ്പൊലി വരുന്നത് ചുവക്കാവ് അമ്പലത്തിൻ്റെ അവിടേക്കാണ് പോകുന്നത്. അതിങ്ങനെ ചേച്ചിമാരെ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ ഈ താലിപ്പൊലി ഇങ്ങനെ താലെടുത്തിട്ട് വരുന്നത്. അത് ഞങ്ങളുടെ അവിടുത്തെ ഒരു ചടങ്ങാണ് കേട്ടോ. തിരുവാതിര ദിവസത്തിൻ്റെ തലേ ദിവസത്തെ ചടങ്ങ്. അന്ന് രാത്രിയിലാണ് ചോഴയും കൂടെ വരിക. ഈ താലിപ്പൊലി അവിടെ നിന്ന് ഞങ്ങളുടെ ചുവക്കാവ് അമ്പലത്തിലേക്കാണ് പോകുന്നത്. പഞ്ചവാടി മേളത്തോടു കൂടെ കുറേ ചേച്ചിമാരും കുട്ടികളൊക്കെ താളെടുത്തിട്ട് സെറ്റ് സാരി കിട്ടി താളെടുത്തത് കാണാൻ നമ്മൾ പ്രത്യേക രസമാണ് കേട്ടോ. ഞങ്ങളുടെ വീട് റോഡ് സൈഡ് ആയതുകൊണ്ട് അവരൊക്കെ താളെടുത്ത് വന്നത് ക്ലിയർ ഉണ്ടായിരുന്നില്ല. കാരണം നൈറ്റല്ലേ, ലൈറ്റൊന്നും ഉണ്ടായില്ല. ചെറുതായിട്ടാണ് വീട് വരുന്നത്. ഇതിങ്ങനെ താളെടുത്ത് അവർ നടന്നു പോയിട്ടാണ് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ചൊരിയും. അതാണ്. അപ്പോൾ ഇതൊക്കെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ.